നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ലോകത്ത് ഏറ്റവും വലിയ വ്യാപാരം ആയുധ കച്ചവടവും ലഹരി കച്ചവടവും മനുഷ്യ അവയവ കച്ചവടം. അതിനെക്കുറിച്ചാണ് ഇന്ന് രണ്ട് വാക്ക് പറയുന്നത്. അത് പറയാൻ കാരണം, കൊടുങ്ങല്ലൂരിലെ ഒരു പയ്യന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി നിർബന്ധിച്ച് ഒരു കിഡ്നി മാറ്റി. ആ കിഡ്നിയുടെ പൈസ അമ്മയുടെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നാളുകൾ ഭീഷണിപ്പെടുത്തിയുള്ള സംഭവം ഉണ്ടായി. അതേക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപായിട്ട് ശ്രീമാൻ അൻവറിനെ കുറിച്ച് ഒരു ആരോപണം വന്നിട്ടല്ലോ. ഞാൻ അൻവറിൻ്റെ ആളല്ല. അതിനോട് എനിക്ക് പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ പ്രത്യേക വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷെ ഇക്കേസിൽ കേരള ഗവൺമെൻറ്റും പിണറായി സഖാവും വെള്ളം കുടിക്കും. എന്തൊക്കെ അറിയോ? അൻവറിൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന ആ ബിൽഡിങ് ആലുവ എടത്തല ഭാഗത്ത് കുഴിൽപ്പടി ഭാഗത്തൊക്കെ ഉള്ളതാണ്. അത് 80-ന് മുൻപ് പണിതാണ്. അന്ന് അൻവർ ജനിച്ചിട്ടില്ല. അൻവർ ജനിക്കാത്ത കാലത്ത് പണിത് ഒരു ബിൽഡിങ് അൻവർ നിയമവിരുദ്ധമായിട്ടാണ് പണിത് എന്നൊക്കെ പറയുമ്പോൾ അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരു കാര്യം ആദ്യമായിട്ട് പറയാം. ഇത് മാത്യുസൻ ഇൻ്റർനാഷണൽ എന്നൊരു സ്ഥാപനം. ഇത് നമ്മൾ എടപ്പള്ളി മാമംഗലം ഭാഗത്ത് സബർബൻ ക്ലബ് ഉണ്ടായി. അത് കുറേ കഴിഞ്ഞ് പിന്നെ ജഡ്ജ് മുക്കിലേക്ക് മാറ്റി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വന്നു. അന്ന് കുഴിയലിപ്പടി ഒന്നും അത്ര അറിയപ്പെട്ട സ്ഥലമല്ല, ഒരു കുഗ്രാമമാണ്. കുഴിൽപ്പടി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈഡ് പോകുന്ന വഴിയായിട്ട് ഒരു 2-3 കിലോമീറ്റർ പോകുമ്പോഴാണ് ഒരു കുന്നാണ്, ഒരു മലയാണത് അവിടെ. അങ്ങനെ അനാഥ മന്ദിരമായിട്ട് അല്ലെങ്കിൽ പ്രേതാലയം പോലെ കിടന്നിട്ട് വർഷങ്ങളായി. 80-ന് മുമ്പ് എന്ന് പറയുമ്പോൾ 75 കൂട്ടിയതിന് എത്ര വർഷമായി? 50 വർഷമായില്ലേ. അപ്പോൾ അത് ലേലത്തിൽ വെച്ച് ബാങ്ക് ജപ്തി ചെയ്ത് അവസാനം ഈ ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുന്ന വകുപ്പായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട് അവിടുന്ന് ലേലത്തിൽ വിളിച്ചാണ് പുള്ളിക്ക് വെച്ചിരിക്കുന്നത്. അത് ഈ ബിൽഡിംഗ് വിൽപ്പനയാണ്. അതിപ്പോൾ അൻവർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അൻവർ കയ്യേറി എന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. അതൊക്കെ വെറും അബദ്ധജടിലമാണ്. ഇരുട്ടിട്ട് ഓട്ടിയെടുക്കുക അല്ലെങ്കിൽ ഉദയസൂര്യനെ മുറം കൊണ്ട് മറക്കുക എന്നൊക്കെ പറയുമ്പോൾ സഖാക്കൾക്ക് എന്ത് പറ്റി? ഇത്രയും മണ്ടന്മാരാണോ കേരളത്തിലെ ഭരണകൂടവും അതിനെ നയിക്കുന്ന സഖാക്കളും പിണറായി സഖാവൊക്കെ? സഖാക്കൾക്ക് പൊതുവെ വിവരമില്ല, സമ്മതിച്ചത്. കാരണം അത് ലോകത്ത് തന്നെയാണ്. വിവരമില്ലെങ്കിൽ സഖാക്കൾക്ക് ആ വിഷയത്തിൽ അവരുടെ പാർട്ടിയെ കുറിച്ച് മാത്രം പഠനമുള്ളൂ. അല്ലാതെ അപ്പുറത്തേക്ക് മറിച്ച് ചിന്തിക്കാനുള്ള അവസരം അണികൾക്ക് കൊടുക്കുന്നില്ല, നേതാക്കൾ വായിക്കുന്നില്ല. അവർ വായിക്കുന്ന സൂക്തം എന്തുകൊണ്ട് പാർട്ടി ലൈൻ മാത്രമാണ്. അതിനെക്കുറിച്ച് അവർ മറ്റേത് പാർട്ടികൾക്കുള്ളിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇൻഡയറക്റ്റ് വേയിൽ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വേയിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള കഴിവ് സഖാക്കൾക്കില്ല. ഒരു പുരോഗമന കാര്യവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഇപ്പം EMS ആൾ കൊട്ടിഘോഷിച്ച് നടന്ന ബുദ്ധി രാക്ഷസൻ. EMS എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഒരു ഭൂപരിഷ്കൃത നിയമം കൊണ്ട്, അത് KR ഗൗരിയമ്മയാണ്. മറ്റു കൊണ്ടുവന്ന ഭൂപരിഷ്കൃത ഭാഗത്തിന് വേറെ എന്താണ് അറിയപ്പെടുന്നത്? ഇയാൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലെ, വിമാനത്താവളം പോലെ, വിഴിഞ്ഞം തുറമുഖം പോലെ, മെട്രോ പോലെ, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ലോകത്ത് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നാളെ ജനങ്ങൾ ഓർക്കുന്ന ഒരു സംഭവം EMS മൂലം ഇങ്ങോട്ട് എടുത്താൽ ചെയ്തിട്ടുണ്ടാവും. EMS ഒരു കാര്യം ചെയ്ത്, ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ അദ്ദേഹം കുറച്ച് താല്പര്യമെടുത്തു. വോട്ടിന് വേണ്ടി ആണെങ്കിൽ പോലും അതൊരു കാര്യം തന്നെ വേണ്ടി പറയാം. അല്ലാതെ എന്ത് കാര്യമാണ് സഖാക്കളെ നിങ്ങൾ കേരളം ചെയ്തിരിക്കുന്നത്? അന്ധമായ സഖാ വിരോധമല്ല പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും രാജ്യത്തിന് ഗുണകരമല്ല. എന്തൊരു കാര്യം പറയൂ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കാല്. ട്രാക്ടർ വന്ന് അപ്പോൾ അതിനെ തീർത്ത്, കമ്പ്യൂട്ടർ അതിനെ തീർത്ത്. ഒരു വിദേശ ഹോസ്പിറ്റൽ കൊടുക്കാൻ വേണ്ടി 3-4 സ്ഥലമെടുത്ത് 100 ഏക്കർ സ്ഥലമെടുത്ത് ഒരു വലിയ ഹോസ്പിറ്റൽ അത് എതിർത്ത് ആരാണത്? ഇന്ന് ആ സഖാക്കൾ ചികിത്സിക്കാൻ പോകുന്ന അമേരിക്കയിലാണ്, റഷ്യയിലേക്കല്ല, ചൈനയിലേക്കല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും എബ്രഹാം ലിങ്കൻ്റെ ഭാഷ കടമെടുത്ത് പറയണത്, ഒരാൾ എല്ലാ കാലത്തേക്കും എല്ലാവരും കുറേ കാലത്തേക്ക് പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാനും വഞ്ചിക്കാനും പാടില്ലെന്നേ. നിങ്ങൾ ചെയ്യുന്ന അട്ടുകളിൽ ഫെയിലിയറാണ്. അതിൽ 100 വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെ? അത് നിങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗുണ്ട്. ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രണ്ടും ഒരേ നുകത്തി കെട്ടാവുന്നവരാണ്. ഭൂഷ സ്വഭാവമാണ്. ഒരു പരിഷ്കൃതമല്ല, പുരോഗതിയില്ല. വെറുതെ അന്ധമായ ചില കുടിയിലെ പ്രവൃത്തികൾ കീഴിൽ നടക്കുകയാണ്.
സവർണ തന്നെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സവർണ നയിക്കുകയാണ്, ബ്രാഹ്മിൻ നയിക്കുകയാണ്. അല്ല മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സവർണ വിഭാഗമാണ്, തങ്ങന്മാരും അവർ നയിക്കുകയാണ്. അവർക്ക് എന്ത് ലോക പിന്നെ ചിന്തയിൽ എത്രയുണ്ട് തങ്ങന്മാർ, എത്രയാണ് ലോകമായി ചിന്തിച്ചിട്ടുള്ളത്? ആ ഭക്ഷണം കഴിച്ച് ബഹുമാനം കിട്ടി പണിയെടുക്കുക, ജീവിക്കുക എന്നല്ലാതെ തങ്ങൾ വർഗം ഏതെങ്കിലും ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ വലിയൊരു പരിഷ്കരണം നടത്തി അല്ലെങ്കിൽ മാറ്റം വരുത്തിയെന്ന് പറയാൻ പറ്റുമോ? തങ്ങൾ കുറ്റപ്പെടുത്തല്ല. കാരണം അവർ ചിന്താഗതി അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർ ഒരു സ്വർണ്ണ കപ്പിൽ ജനിച്ചു പോയി നിൽക്കണം. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ ആധിപത്യം ഭരണം കിട്ടി സുഖിച്ച് ജീവിക്കുന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി അവർ ആൾക്കാർക്ക് ചില ചെയ്യുന്നുണ്ട്. അത് ലീഗാർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന 100 വർഷമായ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പറയാതിരിക്കണം വയ്യന്നേ. ഇന്ത്യയിൽ എന്ത് നേട്ടമുണ്ടാക്കി, സമുദായ നേട്ടമുണ്ടാക്കി, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേവലം 2 സീറ്റുണ്ട്. BJP ഈ 10 വർഷമായിട്ട് ഒറ്റക്ക് ഭരിക്കുകയാണ്. ഇപ്പോൾ 15ാമത്തെ വർഷമാകുമ്പോൾ ഭാഗ്യമായിട്ട് പങ്കുചേർത്ത് ഭരിക്കുകയാണ് ഫുള്ളായിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എത്ര ശക്തമായ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് അംഗീകൃതമല്ലെങ്കിലും പിന്നെ AKG. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ എന്ത്? എത്ര എത്ര നിരാശാജനകമാണ്. എന്താണ് അവർ വളർച്ച? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എടുത്താൽ തന്നെ കേരളത്തിൽ എടുത്താതെ. പിണറായി സഖാവിനെ കുറിച്ചൊക്കെ ഞാൻ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പിണറായി സഖാവിൻ്റെയൊക്കെ പ്രവൃത്തി വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ജനങ്ങൾക്ക് ബന്ധമുള്ള കാര്യമല്ല, രാജ്യത്തിന് നന്മ ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ അവസരം കിട്ടി ആ മുല്ലപ്പെരിയാർ ഇഷ്യൂവിന് വേണ്ടി എന്തെങ്കിലും ചരട് വലിച്ചിരുന്നെങ്കിൽ മരിച്ചാലും ജനങ്ങൾ അറിയും, ശ്രദ്ധിക്കപ്പെട്ടേനെ. ഇതെന്നെന്താണ് ഏറ്റവും വലിയ അണുബോംബിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നത്. അത് വിശദം പറഞ്ഞാൽ സമയമില്ല. അതുപോലെ ആ കേരളയിൽ വന്ന് കേരളയിൽ ആവശ്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിലെന്താ ചെയ്യേണ്ടത്? സർവകക്ഷി യോഗം വിളിച്ച് ഈ കോൺഗ്രസ് നേതാക്കൾ ഉപദേശിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് പിണറായി സഖാവിന് ഉപദേശിക്കേണ്ടി വന്നോ? എന്താണ് കേരളയിൽ സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടിയുണ്ട്, നമുക്കിത് വേണോ വേണ്ടയോ, വേണമെങ്കിൽ എങ്ങനെ വേണം, വേണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇത് ഉത്തരവ് ഏകകണ്ഠമായി പറഞ്ഞിരുന്ന റെയിലിലൂടെ വണ്ടി ഓടി തുടങ്ങിയ വർഷം എത്രയും 8 വർഷമായിട്ട് 10-11 വർഷമായില്ലേ? 10 കഴിഞ്ഞ് ഇപ്പോൾ 12-13 വർഷമാണ്. ഇന്ന് കേരളയിലൂടെ ട്രെയിൻ ഓടി തുടങ്ങിയാലേ. അതല്ല ഒരു ഉദ്ദേശം. അലമ്പുണ്ടാക്കി തൻ്റെ ശക്തി കാണിച്ച് മുന്നോട്ട് പോയാണ്. ഈ ഒരു മണ്ഡലത്തിൽ നമ്മൾ കരുണാനിധി കാണിച്ചു. അത് പറഞ്ഞുതരാം. കാരണം നമ്മൾ അന്ധമായി കമ്മ്യൂണിസ്റ്റ് വിരോധം പോയതല്ല. കരുണാനിധി കാണിച്ചു ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ തലസ്ഥാനം ചാലക്കുടിയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞത്. അവർ ട്രിവാൻഡ്രത്തെ ലോബി കോൺഗ്രസ് ഉൾപ്പെടെ എത്തല്ലേ? അങ്ങനെയാണ് വേണ്ടത്. തലസ്ഥാനം രാജാക്കന്മാർ തുടങ്ങിയതാണ്. അത് അവിടെ പൂർണ്ണമല്ല. നമ്മൾ നിയമസഭാ മന്ദിരം പുതുക്കി പണിത് അതൊരു വലിയ ഇതാണ്. ഇനി 100-500 കോടി പൊടിക്ക് അതൊന്നല്ല ഇന്ന് തലസ്ഥാനം ബിൽഡിംഗ് ഒന്ന് പണിയാൻ പോകുന്നത്. അത് പിറന്നവൻ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 100 വർഷം കണക്കാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരു 5000 ഏക്കറിൽ വേണം മിനിമം. ആന്ധ്രാപ്രദേശ് മാറിയപ്പോൾ 50,000 ഏക്കർ മാറ്റി വെച്ചത്. പക്ഷെ അതൊന്നും നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് 5000 ഏക്കർ ഇന്നത്തെ കണ്ടീഷൻ, കർണാടക കാലത്തെ കണ്ടീഷൻ പോലും ട്രിവാൻഡ്രം ജില്ലയിലില്ല. ഫ്രീ ആയിട്ട് കിട്ടാത്ത സ്ഥലം, ഉയർന്ന സ്ഥലം, ആകെ ചലിപ്പൊന്നൊക്കെ ഉള്ളു. അതൊക്കെ ഏറ്റവും മാറിയ. അതുകൊണ്ട് ചാലക്കുടി ഭാഗത്ത് മാറ്റം വരുവാണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു പറഞ്ഞാൽ ഇന്നത്തെ തലസ്ഥാനം മാറിയിരുന്നേനെ. കരുണാകരൻ്റെ ഫോട്ടോ വന്നേനെ. അവിടെ തുള്ളി കാണിച്ച് ഞാൻ മുഖ്യമന്ത്രി, ഐ എം ദ സ്റ്റേറ്റ് എന്നുള്ളതിലാണ്. അതുപോലെ ഇപ്പോൾ പിണറായി കണക്ക് എന്തുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല. ആ പിണറായി സഖാവേ ഇക്കാര്യത്തിൽ അൻവർ അല്ല അത് പണിത്. ആ ബിൽഡിംഗ് പണിത് മാത്യുസൺ ഇന്റർനാഷണലിലെ മാത്യു എന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് ബെൻസ് കാറിൽ പുള്ളി ഇറങ്ങുന്ന പല പ്രാവശ്യം എറണാകുളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത്ര പരിചയമൊന്നുമില്ല, പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം തുടങ്ങാൻ കാരണം സബർബൻ ക്ലബ്ബ് ആദ്യം തുടങ്ങിയത് അത് ഈ പണക്കാർക്ക് തിന്ന് കൊഴുത്തിരിക്കുമ്പോൾ നേരം പോകണം ഒരു ടൈം പുള്ളി ക്ലബ്ബ് കുറേ കാലം നടത്തി. അത് കഴിഞ്ഞ് വിപുലമായി. എല്ലാവർക്കും വേണ്ടി കുഴപ്പമാണല്ലോ. ഒന്ന് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടി വിപുലമാക്കലാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പൂട്ടിയുണ്ട്. അങ്ങനെ പൂട്ടിയ പുള്ളിക്ക് പറ്റാവുന്ന അവിടെ കിടന്ന് വർഷങ്ങളും കിടന്ന് അവസാനം ലേലത്തിൽ വെച്ച് സർക്കാർ ഏറ്റെടുത്ത് ലേലത്തിലാണ് ഈ അൻവർ എടുത്തത്. അതിൽ അക്കാര്യത്തിൽ അൻവർ കുറ്റം പറയാൻ പറ്റുമോ? ആ ബിൽഡിങ് ഉൾപ്പെടെയാണ് ഗവൺമെൻറ് ഫീൽഡിൻ്റെ കീഴിലുള്ള സംഘടന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിനോ അല്ലെങ്കിൽ എന്താണ് മറ്റേ ഇതൊക്കെ എന്ത് കാര്യം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ മണ്ടത്തരം കാണിച്ചു. ഇത് നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് 47ാമത്തെ പ്രസിഡൻ്റായിട്ട്
ട്രംപ് സ്ഥാനം ഏറ്റു. അതിൽ നമ്മുടെ ട്രംപും മച്ചാനും അളിയനും പറഞ്ഞിട്ട് മോഡി ക്ഷണിച്ചില്ല എന്നുള്ള വലിയ ഒരു 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 കളിയാക്കലൊക്കെ നടക്കുന്നത്, അതൊക്കെ വിട്ടുകളയാം. അപ്പം നമ്മുടെ ധാരണ ലോകത്തെ ഏറ്റവും വലിയ ആള് ലോക പോലീസിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റ് ആണെന്നാണ്. ഒരു പരിധി വരെ സത്യമാണ്, പക്ഷെ പരിധി കഴിഞ്ഞാൽ സത്യമല്ല, അസത്യമാണ്. പിന്നെ എന്താണ്, അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ലോകത്തുണ്ട്. അത് 3 ശക്തികളാണ്. ഒന്ന് ആയുധ ലോബി, ഒന്ന് ഈ ലഹരി ലോബി, സ്വർണ്ണമൊന്നുമല്ല, അതൊന്നും വിഷയമല്ല, ലഹരി ലോബി. മറ്റൊന്ന് മനുഷ്യ അവയവം ക്രയവിക്രയം. ഈ മനുഷ്യ അവയവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബഹുജനങ്ങളെ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പരമാവധി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തുകൊണ്ടെന്നറിയുമോ, നമ്മൾ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ടാങ്കർ ലോറി അല്ല, ഒരു ഷിപ്പ് ഉണ്ടല്ലോ, അത് ടാങ്കർ എന്ന് പറഞ്ഞാൽ ടാങ്കർ ഷിപ്പ്, ഓയിൽ ഷിപ്പിൻ്റെ ടാങ്കർ, അത് നിറച്ച് ക്രൂഡ് ഓയിൽ കയറ്റി കൊച്ചി തുറമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, വിമാനം, തീവണ്ടി, ഈ കപ്പലൊക്കെ അപകടത്തിൽപ്പെട്ടാൽ ഒരു SOS സന്ദേശം അയക്കും ലോകവ്യാപകമായിട്ടാണ്. അത് കറണ്ട് പോലും ഉണ്ടാവും ബാറ്ററിയിൽ ഉറക്കുമ്പോൾ. SOS സേവ് അവർ സോൾ എന്നാണ്. ഞങ്ങളുടെ ആത്മാവ് രക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഡൽഹിയിലിരിക്കുന്ന അല്ലെങ്കിൽ കൊച്ചിയിലിരിക്കുന്ന ഓഫീസേഴ്സ് പറയും, ഓക്കെ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ്. അതിനർത്ഥം അപ്പോൾ ഏതാണ്ട് ഒരു ഓയിൽ ടാങ്കറിന് ഇന്നത്തെ രീതിയിൽ ഒരു 15,000 കോടി രൂപയെങ്കിലും വരുമെന്ന് വയ്ക്കാം, ഏകദേശം, ചെറിയ കപ്പലുകൾ. അപ്പോൾ 15,000 കോടിയേക്കാൾ വലുതാണ് നിങ്ങളുടെ ജീവൻ എന്ന് വെച്ചാൽ നിങ്ങൾ ടാങ്കർ രക്ഷപ്പെടുത്താൻ നോക്കണം. നിങ്ങളെങ്കിലും ലൈഫ് ബോട്ട് എന്ന് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് സാമാന്യം മനസ്സിലാവുമല്ലോ, ഒരു മനുഷ്യ ജീവന് 15,000 കോടിയല്ല അതേക്കാൾ വിലയുണ്ടെന്ന്. പ്ലസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതാണ് രക്ഷപ്പെടുത്താൻ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വരുന്ന ഈ ആയുധ അവയവ ആവശ്യക്കാർക്ക് എത്ര കോടി കൊടുത്താലും ഒരു നല്ല ലിവർ, നല്ലൊരു കരൾ, നല്ലൊരു കിഡ്നി എത്ര കോടി കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഒരു മനുഷ്യ ജീവന് 15,000 കോടി അല്ലല്ലോ, അതിനേക്കാൾ വില കൂടുതലല്ലേ. അപ്പോൾ 1 കോടി 2 കോടി 10 കോടി വിഷയമല്ല, ജീവന് വലുത്. ജീവന് വില നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുന്ന ചില സ്വകാര്യ സ്ഥാപനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും എല്ലാം ഉണ്ട്. ഈ ആയുധ ലോബിയെ സാധാരണക്കാർക്ക് വഴങ്ങില്ലത്. ലഹരി ലോബി വഴങ്ങില്ല. ഇപ്പോൾ അമേരിക്കയിലെ കൊളംബിയ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, അവിടുത്തെ ഈ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ലഹരി ബിസിനസ് നടക്കുക. അത് നമ്മുടെ പാല ബിഷപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വ്യാപാരികളാണ്. അവിടെ ക്രിസ്ത്യൻസ് ഉള്ളൂല്ലോ മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ നടന്ന ഏറ്റവും വലിയ ഈ ലഹരി കച്ചവടം അവരാണ്. അവർക്കെതിരെ കോടതിയിൽ ജഡ്ജിമാർ വിധി പോലും പ്രഖ്യാപിക്കില്ല. അവർക്കെതിരെ വിധി പ്രഖ്യാപിച്ചാൽ ആ ജഡ്ജിയുടെ കഴുത്ത് പിറ്റേന്ന് ഉണ്ടാവില്ല. അത് അമേരിക്കൻ പ്രസ് പോലും അവരുടെ ഇടപെടാൻ പറ്റാതെ മാറി നിൽക്കുകയാണ്. പണ്ട് പോലെ ഇന്ന് പോലില്ല, ട്രംപ് മാത്രമല്ല മുമ്പ് അതെ, അത്ര വ്യത്യസ്തമാണത്. ആ ഗ്രൂപ്പിനെതിരെ അതുപോലൊരു ഗ്രൂപ്പാണ് ഈ ആയുധ ലോബി പോലെ തന്നെയാണ്, ലഹരി ലോബി പോലെ തന്നെയാണ് നമ്മുടെ അവയവ ലോബി. ഇപ്പം ഞാൻ എറണാകുളത്തെ ചില സ്വകാര്യ ആശുപത്രി, പേര് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ മകളൊക്കെ ചികിത്സ പോകണം, എനിക്ക് പേടിയാണ്. ഞാൻ വളരെ ശ്രദ്ധിക്കും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ശൈത്യം എവിടെയെങ്കിലും കിട്ടുമെന്ന് ചോദിക്കും. കാരണം അവർ അതിന് പേരിൽ അമ്മയ്ക്ക് കിട്ടുന്നവരെടുത്ത് ആരറിയാമാണ്. ഇനി അതിന് കേസ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു പേരിട്ട് ആശുപത്രിയിൽ ഈ പെണ്ണുങ്ങളെ ആണിനെ പെണ്ണാക്കി എടുക്കുന്ന രീതിയുണ്ടല്ലോ, അതിൻ്റെ ഓപ്പറേഷൻ എത്തിയ പെണ്ണ അവശയം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസ്ഥ അത് തൂങ്ങിച്ചത്ത് ആ കേസും ഇല്ലാതെ പോയി. അതിൻ്റെ പുറകിൽ കളിച്ചതാണ്. കോടികളുടെ ഇടപാടാണ്. അതുകൊണ്ട് ഭയമാണ്. അപ്പോൾ സർക്കാർ പൊതുവെ ഈ സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഒരു പിടിച്ചുപറിയാണ്, തട്ടിപ്പാണെന്ന കാലത്ത് യാതൊരു സംശയമില്ല. അതിൻ്റെ 100 തെളിവുകളുണ്ട്. പേരിട്ട് ആശുപത്രി പോലും ആലുവയിലുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പ്രസവത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ കിഡ്നി ഓരോ ഓപ്പറേഷൻ വരില്ലോടെ. അപ്പോൾ അതിനോട് വെച്ച് കിഡ്നി എടുത്ത് കൊടുത്ത കേസുകൾ പലതും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാലം പറഞ്ഞാൽ നമുക്കൊന്നുമില്ല, നമ്മുടെയൊക്കെ ലിമിറ്റിൽ അധിക പവറിന് അപ്പുറത്താണ് അതൊക്കെ, അതിന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളെ വിസ കൊടുക്കാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി, പിന്നെ തമിഴ്നാട് ഒരു ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് ഒന്നുകൂടി ടെമ്പററി വിസ എടുത്ത് അല്ലെങ്കിൽ വിസിറ്റ് വിസ എടുത്ത് കൊളംബിയ കൊണ്ടുപോയി അവിടെ ഓപ്പറേഷൻ നടത്തി കിഡ്നി എടുത്ത്. അപ്പോൾ അപ്പുറത്തെ വെട്ടി കിടപ്പുണ്ടാവും.
ആ ബെഡിലെ രോഗി വരുന്ന ഡേറ്റൊക്കെ നോക്കിയാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രോഗി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇന്നിപ്പോൾ ഏതാണ് നിങ്ങൾ ശ്രദ്ധികൾക്ക്, ഇന്നിപ്പോൾ ജനുവരി 22 ബുധനാഴ്ച. അപ്പോൾ നമുക്ക് ഏത് കണക്ക് അടുത്ത ജനുവരി 22 അല്ലെങ്കിൽ അടുത്ത മാസം 22 ഒരു രോഗി വരും എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു മാസം സമയത്തുമായിട്ട് ഈ സാധനം അറേഞ്ച് ചെയ്യണം. ഈ സാധനം അറേഞ്ച് അധികം കാലം സൂക്ഷിക്കാൻ പറ്റില്ല, നേരെ അങ്ങോട്ട് ചെയ്യണം അത്. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതിന് സാഹചര്യം ഒരുക്കിയിട്ട് ഒരാളെ കൊണ്ട് എടുത്ത് പിന്നെ ആ രോഗിക്ക് കൊടുത്ത് 5-10 കോടി വാങ്ങിക്കും, എന്നിട്ട് ഒരു 4-5 ലക്ഷം കൊടുക്കും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 4 വയസ്സോ 5 വയസ്സുള്ള പെൺകുട്ടിയുടെ ശവം കണ്ടു. അത് പോസ്റ്റ്മോർട്ടത്തിലോ അതിൻ്റെ ഒരു അവയവവും ഇല്ല. കിഡ്നി കരളും എല്ലാവർക്കും 5 കുട്ടികളുടെ കൊച്ചുകളുടെ കുട്ടിയമ്മ ക്വാളിറ്റി ഉണ്ടല്ലോ, ഗ്രേഡ് കൂടിയതാണ്. അവയവം ഒന്നുമില്ല, ബാക്കിയെല്ലാം ശരീരം മാത്രമേ ഉള്ളൂ കൊണ്ട് കിട്ടി. അതൊക്കെ ആര് പിടിക്കാനാണ്? അങ്ങനെ അതിഭീകരമായ പണത്തിന് വേണ്ടി എന്ത് നിറയിടം ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹം ഇന്ത്യയിൽ ലോകത്ത് വളർന്നു വരുന്നു. ലോകത്ത് തന്നെ, ഇന്ത്യ മാത്രമല്ല വളർന്നു വരുന്നു. അവരെ ചോദിക്കാൻ ഒരു ഗവൺമെൻറ് സാധിക്കില്ല. ഇപ്പോൾ കൊളംബിയയിലെ കോടതിയുടെ വിധി പറയുമ്പോഴാണ് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മക്കളെ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഐ എം മോർ ദാൻ 75. നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണെങ്കിലും ആരെങ്കിലും വിശ്വസിച്ച് പോകാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്. ഞാനിപ്പം നമ്മൾ ഉമ്മ മാഡത്തിന് ഹോസ്പിറ്റലിൽ ഞാൻ എന്താ പറഞ്ഞത്, ഉമ്മ മാഡം മിടുക്കിയാണ്, MLA ആണ്, കഴിവുണ്ട്. പക്ഷെ അവർ അബോധാവസ്ഥയിലാണ്. അവർ എന്ത് സമയമൊക്കെ അറിയില്ല. അതുകൊണ്ട് അവർ സ്നേഹിക്കുന്ന ഇടത് വലത് BJP മുന്നണിയിലെ പ്രവർത്തകരാണെങ്കിൽ നിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിമിഷം കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കുക, അവർ ബോധവൽക്കട്ടിക്കല്ലേ. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്. എന്ത് വിഷയം എന്തുമില്ല, കൂടെ പോയിട്ടും കാര്യമില്ല, വീട് തട്ടിക്കളയും. അതായത് 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരാളെ തട്ടിക്കളയാൻ പ്രയാസമില്ലാത്ത നാട്ടിൽ 5 കോടി കിട്ടുമെങ്കിൽ താര് തട്ടില്ല, തേൻ്റെ തട്ടാൻ പറ്റില്ലേ? 5 കോടി ഞാൻ മോനെ കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ എപ്പം തട്ടിന്ന് ചോദിച്ചാൽ മതി, അത് തെളിവില്ലാതെ പോകും. അത് പണ്ടിലെ ഗുണ്ടകളുണ്ട്, രക്തം പോലും. ഒരു ഗുണ്ട എന്നോട് പറഞ്ഞാണ് ഈ എറണാകുളപ്പാട്ടത്തിൽ, അവൻ്റെ കൂടെ 10-40 പേരുണ്ടായി, ഞാൻ ഒറ്റക്കുള്ളൂ. അപ്പോൾ എൻ്റെ മകൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായത്, ഈടോ തന്നെ കൊന്ന രക്തം പോലും കാണൂല എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ച് തോർത്ത് തട്ടിയിട്ട് പോകുന്നു. സാരല്ല, അങ്ങനെയാണെങ്കിൽ അത് വിധിയാന്ന് ചോദിക്കും. കാരണം എൻ്റെ ശക്തി എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഈശാനുഗ്രഹത്തിൻ്റെ ഒരു വിളയാട്ടമാണ്, അവരുടെ കഴിവാണ്, അല്ലാതെ എൻ്റെ കഴിവല്ല. പോലീസിനും മറ്റാൾന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു സാധനക്കാരല്ലേ. അതുകൊണ്ട് ഞാൻ ഭയവിഹുലനാകാതെ ചിരിച്ച് എന്നെ 1-1.5 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങിപ്പോന്നു. ഒരു വിഷയം ഉണ്ടായില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അന്ന് വന്ന ആളെ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ ഈ കാലത്ത് നിങ്ങൾ ഒറ്റക്കൊന്നും പോകരുത്, അതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ ഇക്കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതിനിടയ്ക്ക് നമ്മുടെ PC ജോർജ്, ലോക ബുദ്ധിമാനും മഹാനായ, മുനമ്പം എന്തോ സമരം നടക്കണമല്ലോ നമ്മുടെ മറ്റേ സ്ഥലം, അതിൽ ചെന്ന് എന്തോ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ല. പിന്നെ അത് മാറ്റി അൻവർ സാദത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അൻവർ സാദത്തെ മോനെ അത് വടി കൊടുത്ത് അടി വാങ്ങിക്കുക, അത് വേറെ ഞാൻ പറഞ്ഞില്ല. ആ ജോർജ് മഹാൻ പറഞ്ഞു, കടുക്കൾ ഉദ്ധരിച്ചുകൊണ്ട്, റെയിൽവേ ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ്, അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഒക്കെ ബോർഡിനാണ്, എല്ലാം കൈവശപ്പെടുത്തി. അതിൽ ജോർജ് പറഞ്ഞൊരു ഭാഷ എന്നറിയോ, പാകിസ്ഥാനിലേക്ക് വിഭജനാനന്തരം പോയപ്പോൾ ഇവിടെയുള്ള സ്വത്തെല്ലാം നെഹ്റുവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുസ്ലിമായിരുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൂടെ കൊടുത്തു, അവർക്ക് വേണ്ടി ഒക്കെ ബോർഡുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇന്നാളൊരു മഹാസംഘപരിവാരം അത് പറഞ്ഞത് ഇന്ദിരാഗാന്ധി മുസ്ലിമായിരുന്നു എന്നാണ്, മോണയിൽ നിന്നാണ് ഉൾപ്പെടും. അങ്ങനെ സംഘപരിവാറിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിട്ടി ജോർജ് പറയുമ്പോഴേ മണ്ടർ ശിരോമണി, നീ നോക്കി അതേ ഗൂഗിളിൽ വേറൊരു കാര്യം കിടപ്പുണ്ട്. വൈറൽ ജോർജോട് പറയാണ്, നീ നോക്കി ഗൂഗിളിൽ അടുത്ത ലൈൻ കിടപ്പുണ്ട് എന്നറിയോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് സർക്കാർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ളത് കത്തോലിക്ക സഭയാണ്. മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഒക്കപ്പോണുള്ളത് 4 ലക്ഷം ഏക്കറാണ്, മൊത്തം 4 കൂട്ടോ 4, ഇത് 20 ലക്ഷം കോടി ഏക്കർ എന്നാണ് ഗൂഗിൾ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ കണക്ക്, ഗൂഗിൾ പറയുന്നത് അടിച്ചു നോക്കി ആൾക്ക് കിട്ടും. 20 ലക്ഷം കോടി ഏക്കർ ഇതെങ്ങനെ വന്നു? ബ്രിട്ടീഷുകാർ നാട് വിട്ടു പോയപ്പോൾ എല്ലാം സഭയ്ക്ക് കൊടുത്തല്ലേ, അല്ലാതെ സഭയ്ക്ക് എങ്ങനെയാണ്?
ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം, സഭയോട് പിണങ്ങിയിട്ട് കാര്യമില്ല, സത്യമാണ്. 1980 ശേഷം, അതിന് മുമ്പുള്ളതല്ലേ, സഭയുടെ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് പോലും വന്നിട്ടില്ല. ഇപ്പം മാർക്കറ്റുള്ളിൽ ചെറിയ ചെറിയ കൊച്ചു എന്തോ ചെറിയ പെട്ടിക്കട പോലെ ചെറിയ 1-2 വരുന്നുണ്ട്, വൻ ബിൽഡിംഗ്. അത് അന്വേഷിച്ച് പറഞ്ഞത് ഈ സ്ഥലമെല്ലാം സർക്കാരിൻ്റെ പേരിലും പിന്നെ ദേവസ്വം ഇതിൻ്റെ പേരിലാണ്, സ്വരൂപത്തിൻ്റെ പേരിലാണ്. അവിടെ പുതുക്കി പണിയാൻ പറ്റില്ല. മറ്റൊന്ന് വെള്ളം, അതായത് കരഭൂമി അല്ലാത്ത സ്ഥലമാണ്, അതുമാണ് പുതുക്കി പണയാത്തതെന്ന് ഒരു ഗ്രൂപ്പ് പറഞ്ഞു. എന്ന് മാത്രം ശരിയായിട്ട് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ആരും പുണ്യവാളനാകരുത്. ജോർജ് ഒരു കാര്യം മനസ്സിലാക്കുക, നീ നോക്കി അതേ ഗോളിൽ തന്നെ അടിച്ചാൽ കിട്ടും. കേരളത്തിൽ കത്തോലിക്ക സഭയുടെ മാത്രം ഇതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ, ലോകത്ത് മുഴുവൻ ഇങ്ങനെ നുണ പറഞ്ഞ് പാവങ്ങൾ പറ്റിക്കുമ്പോൾ ആരെങ്കിലും സത്യം വിളിച്ച് പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഐ ആം മോർ ദാൻ 75. ഇനി നമുക്ക് എന്ത് പേടിക്കാനുള്ളത്? അതുകൊണ്ടാണ് സഭയാണ് ഏറ്റവും കൂടുതൽ. 20 ലക്ഷം കോടി ഏക്കറാണ് സഭയ്ക്കുള്ളത്. എൻ്റെ ഒക്കെ 4 ലക്ഷം മാത്രം. ലക്ഷമാണ്, മറ്റു കോടിയാണ്, ഉറപ്പാണ്. അവിടെ ജോർജൊക്കെ അധികം പൊങ്ങത്തിനും പറയണ്ട. നിങ്ങൾ പറയുന്ന ഓരോന്നും കണക്കുകൾ ഉദ്ദേശിച്ച് മറുപടി പറയേണ്ടി വരും, പറയാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജോർജ് ഒരു മുന്നറിയിപ്പ് എന്നാണ്. നമ്മൾ വേറൊരു കാര്യം പറയാം, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്. ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതാണ്. വീണ്ടും ഈ നീതി ലഭിക്കാൻ വേണ്ടി എല്ലാവർക്കും തുല്യ നീതി വേണമെന്ന് പറയുന്ന കൂട്ടത്തിൽ നീതിക്ക് വേണ്ടി പറയുന്നത് KPCC പ്രസിഡന്റ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളോടും AICCയിലെ കോൺഗ്രസ് നേതാക്കളും ചോദിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത്, KPCC പ്രസിഡന്റ് ശ്രീമാൻ സുധാകരൻ ഈ പിന്നെ എന്താണ് SNDP വെള്ളാപ്പള്ളിപ്പിള്ള ആ ശുദ്ധഗതിക്കാരനും മണ്ടന്മാരുമാണ്. അത് അത്രയൊക്കെ ഒരു ആഴത്തിലുള്ള പ്രവൃത്തിയും സംസാരം അറിയാം. ഒന്നിൽ ആവേശം കൊണ്ട് പ്രസംഗിക്കുന്നവർക്കും ബുദ്ധിയില്ല. അതുപോലെ KM ഷാജി ലീഗിൻ്റെ, അത് മാത്രമല്ല. അപ്പോൾ അദ്ദേഹം സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും AICC വലിയ സ്ഥാനം കൊടുക്കാൻ AICC തയ്യാറാണെന്നും ഒരു വാർത്ത കണ്ടു. നല്ല കാര്യം, അത് തെറ്റൊന്നുമില്ല. സുധാകരന് സീനിയർ മോസ്റ്റാണ്, അദ്ദേഹത്തിലേക്ക് എനിക്കുള്ള ഇന്നലെ സ്ഥാനം കൊടുത്തിരിക്കും, തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് നേതാക്കളെ ഇതാരും പറയാത്ത കാര്യമാണ്. ഈ വിഭാഗം കേരളത്തിൽ 25%, അതിന് റെപ്രസെൻറ്റാണ് ഈ സുധാകരൻ. അതിൽ 80% വോട്ട് LDFന് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി 20%, 10% BJP പോയി, ബാക്കി 10% കോൺഗ്രസ് ഉള്ളു. കേവലം 10% മാത്രം വോട്ടുള്ള വിഭാഗത്തിൽ റെപ്രസെൻറ്റേറ്റീവ് സുധാകരൻ. ആ സുധാകരന് KPCC പ്രസിഡന്റ് രാജിവെച്ചാൽ മാന്യമായി ഉന്നത സ്ഥാനം കൊടുക്കാൻ AICC തയ്യാറാണ്, രാഹുൽ ഗാന്ധി തയ്യാറാണ്. ഇതിപ്പോൾ ഒരു വാർത്ത ഉണ്ട്, രാജീവ് ഗാന്ധിയുടെ മകനില്ലാതൊക്കെ ഒരു വാർത്തകൾക്കിട, ഞാനത് വിട്ടുകളഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഈ 40% മുസ്ലിങ്ങളുള്ള കേരളത്തിൽ, അതിൽ ആകെ ജനസംഖ്യയിൽ 25% മാത്രമുള്ള ലീഗര് ഭാവികൾ. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന കണക്കുത്തിരിക്ക്. ബാക്കി 70%, അതിൽ 10% കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ. അതിലിപ്പോൾ 4% പോയിത്തോണം, അത് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കി. പക്ഷെ അപ്പോൾ കേവലം ഇത്രയും ആളുള്ള ഈ മുസ്ലിം സമുദായത്തിന് അന്തോണി, കുഞ്ഞുഞ്ഞും മാണിയൊക്കെ പോയി, ഇനിയുള്ള അന്തോണിയും മറ്റ് സുധാകരനും സദാശിവനും ചോദിക്കുകയാണ്, ഇവർക്ക് എന്തിടോ നിങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും സ്ഥാനം കൊടുക്കാത്തത്? കൊടുക്കുമല്ല പറയണ്ടേ, ന്യായം വേണ്ടേ? ഇത് തുറന്ന് പറയും. ഒരു കുഞ്ഞെങ്കിലും ഇന്ത്യയിലുണ്ടോ, കേരളത്തിലുണ്ടോ, എറണാകുളത്തുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറയുമോ അവന് MLA കിട്ടും, വേണ്ടത് മന്ത്രിയെ കിട്ടും, അവൻ്റെ ആശ തീർന്നു? അതല്ല, ഞങ്ങൾ പറഞ്ഞല്ല, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ ആനുപാതിക സംവരണം വേണമെന്നാണ്. അല്ല, വേറൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതാണ് ഷായിസം എന്ന് പറയുന്നത്. നിങ്ങൾ തരയും പോലെ മൊയ്തീൻ ഷാ 4 കോൺഗ്രസോ അല്ലെങ്കിൽ പഞ്ചായത്ത് നമ്മളോ നിൽക്കുന്ന രാഷ്ട്രീയക്കാരനല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, പലർക്കും ഒരു പുച്ഛമുണ്ട്. അയാൾ ഇന്ന് എൻ്റെ കൂടെ പഠിച്ചവരും പ്രവർത്തിച്ചാലും ഇന്ന് കേന്ദ്രമന്ത്രി വരെയാണ്. എനിക്ക് വേണമെങ്കിൽ MLA അല്ലെങ്കിൽ ഏതെങ്കിലും അത് ചെറിയ സ്ഥാനമൊക്കെ ആകാമായിരുന്നു. ഒന്ന് റാമുളി നിന്നാൽ മതി, പെട്ടി തൂക്കി പിടിച്ചാൽ മതി. നിങ്ങളാണ് എല്ലാത്തും മലയാളം പറഞ്ഞാൽ മതി. ഏത് കോൺഗ്രസ് നേതാവിൻ്റെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെയോ? ഇവിടെ പെങ്ങന്മാരെയും ഭാര്യമാരെയും മറ്റേ കൂട്ടിക്കൂടത്ത് നേതാവായി വളർന്ന കോടീശ്വരന്മാരായ ഗുണ്ടകളുണ്ട് രാഷ്ട്രീയത്തിൽ. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് അവർക്ക്. എന്തുണ്ടാക്കില്ല നീ? ഇത്ര കാലമായില്ല പറഞ്ഞ അടുക്കൽ. അങ്ങനെ അല്ലടോ പണം ഉണ്ടാക്കില്ല ഞങ്ങളുടെ ലക്ഷ്യം. പണം ഉണ്ടാക്കിയ ലക്ഷ്യം പേരാണ്. കാരണം 60 വർഷമായിട്ട് എറണാകുളം പടത്ത് താമസിക്കാണ്. എനിക്കിവിടെ വേഷ്യയിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പാടില്ലേ? എന്താ എനിക്ക് കൊള്ളൂലേ? എനിക്ക് വേണ്ടവിടെ അങ്ങനെ പണം, ആ പണം വേണ്ടെന്നേ. എനിക്കത് അച്ചാൽപ്പെട്ട് കൂടാതെ ജീവിച്ചു പോകുന്നത് മതി. എന്നിട്ട് അത് കണ്ട് ചില ഊളകൾ
മൊയ്തീൻ ഷാ അവന് കഴിവില്ലാത്തവൻ പ്രാപ്തിയില്ലാത്തവൻ ഏടി എന്ന് പറയുന്ന ആൾക്കാരാ. അതെന്താ? അവർക്കൊക്കെ എല്ലാം അമ്മയെ കൊടുത്താലും വേണ്ടില്ല, പെങ്ങളെ കൊടുത്താലും വേണ്ടില്ല, പണം ഉണ്ടാക്കിയ സ്ഥാനം മതി, പണവും സ്ഥാനവും മതി. ഞങ്ങൾക്കത് വേണ്ട. അതാ ഞങ്ങൾ പറയുന്ന പോളിസി. കളവ് പറഞ്ഞ് അടക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് അകലുക എന്നുള്ളത്. ഇത് വലിയൊരു ഫിലോസഫിയാണ് സുഹൃത്തുക്കളെ. എൻ്റെ സംഭാഷകർക്ക് മാന്യന്മാരായ ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്നത് ഇത് വലിയൊരു ഫിലോസഫിയാണ്. എന്താണ്? കളവ് പറഞ്ഞ് അടുക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് അകലുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ പോളിസി. അപ്പോൾ അമ്മയും പെങ്ങളെയൊക്കെ ജാമ്യം നിർത്തി കൂട്ടിക്കൊടുത്ത് നേതാവായി MP യോ MLA ആകാൻ പറ്റുമോ? ഏത് മാന്യനാണ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ വളഞ്ഞ വഴി ഏതാ നേതാവായിട്ടുള്ളത്? ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? അഴിമതി ചെയ്യാത്ത ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവരങ്ങനെ അവർക്കത് പറ്റുള്ളൂ, അവർക്ക് അത് ചെയ്യണം. ഞങ്ങളത് ചെയ്യുന്നില്ല. അതാണ് നമ്മളുടെ പ്രത്യേകത. ഈ അവഹേളനം, ആ അവഹേളനമൊക്കെ ഒരു വിഷയമല്ല, പുല്ല് പോലെ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പാടും. നമ്മുടെ ഗ്രൂപ്പും നമ്മുടെ ഗ്യാങ്ങും, ആ ഗ്യാങ് ഗുണ്ട ഗ്യാങ്ങല്ല, മനുഷ്യസ്നേഹികളുടെ സർവസ്നേഹി നയിക്കുന്ന ഗ്യാങ്ങാണത്. അതൊരിക്കലും ഒരു അപാകതമല്ല, ഒരാൾ കുറ്റപ്പെടുത്തിയില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം? എല്ലാവർക്കും പങ്കിടണം. അത് മാത്രം നമ്മൾ പറയുന്നുള്ളൂ, അല്ല വേറെ ഒന്നും അതാണ് സർവ്വസ്നേഹം അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത്. മറ്റൊന്നും നീതിയല്ല. കേവലം 10% പോലും സപ്പോർട്ട് ചെയ്യാത്ത കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റ് സുധാകരനെ രാജിവെച്ചാൽ ദേശീയ ലെവലിൽ AICCയുടെ ഉന്നത ഭാരത്ത് കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കുന്ന കോൺഗ്രസ്സായിട്ട് ചോദിക്കുകയാണ്, എന്തേ ഇവർ മനുഷ്യരല്ലേ, ഇവർ ഇന്ത്യക്കാരല്ലേ, ഇവർ വോട്ടില്ലേ, അവർ 20% ഇന്ത്യയിൽ. മേലായത് ആവർത്തിക്കരുത്. നിങ്ങൾ എല്ലാവർക്കും, ദളിതരാണെങ്കിലും പുലികരാണെങ്കിലും എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കണം. അതാണ് ഷായിസ് എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ട്രംപ് പറഞ്ഞില്ലേ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, വേറെ മൂന്നാമതൊരു ലിംഗം ഇല്ല. അദ്ദേഹത്തെ മണ്ഡലത്തിലാണ് ഞാൻ ഇപ്പം പറയുന്നില്ല. പക്ഷേ അത് വേറൊരു കാര്യം പറഞ്ഞു, ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള പിന്തുണ കൊടുക്കും, പരിസ്ഥിതിക്കുള്ള പിന്തുണ കുറക്കും. അങ്ങനെ ഒരുപാട് ഭൂഷ സ്വഭാവം പറയുന്നത്. അതിലിപ്പോൾ വേറൊരു വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇന്ന് പറയാം, നാളെ പറയാതെ. അതുകൊണ്ട് നിങ്ങൾ ജനസംഖ്യക്ക് ആനുപാതികമായി എല്ലാവർക്കും തുല്യതയും കൊടുക്കണം. അതിനാണ് ഷായിസം എന്ന് പറയുന്നത്. അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.